ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. തഗ് ലൈഫ് സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ തഗ് ലൈഫിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫൈറ്റ് സീക്വൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ഇതിന്റെ ഡയറക്ടർ മണിരത്നമാണ്, പിന്നെ കമലഹാസൻ എന്ന് വെച്ചാൽ ഇവര് നമ്മളുടെ കോംബോ തന്നെ നമുക്കറിയാം. ഇപ്പൊ നായകൻ പടമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്ന സിനിമ അതൊക്കെ. ജോർജ് ജോർജ് ഉണ്ട്, അതെ ജോർജ് ജോർജ് ഉണ്ട്. പിന്നെ നമ്മുടെ ചിമ്പു ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നല്ല കാസ്റ്റിംഗും ആണ്. പിന്നെ ആ വിഷ്വലൊക്കെ അന്ന് കാണിച്ചതൊക്കെ, ആ ഒരു ഗ്ലിംസ് വീഡിയോക്ക് അതൊക്കെ സൂപ്പറായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ ഒക്കെ ഉള്ളൊരു പടമായിട്ടാണ് നമുക്കന്ന് ഫീൽ ചെയ്തത്. കൂടുതലും ഇതിന്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം. വിഷ്വൽ ഭയങ്കരമല്ലേ. ഈ ഒരു ഡ്രസ് കാണുന്ന ഒരു ഫൈറ്റ് കാണിച്ചത്. காப்பாத்துடுவேன். எவன்கிட்ட இருந்து என்ன மீட்டு எடுத்துவேன். அந்த எழுத்தையும் எந்த எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீ நானும் பழைய கடைசி வரைக்கும் நான் எத்தடி பாத்தியா நீ 18 16 கணக்குள்ள உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கான். இது கேங்ஸ்டர் எனக்கு எதுவும் சரியா படல. நீங்க இப்ப போக வேண்டாம். மேடம், I am your only Adam. அவர் நம்ம வீடு தேடி வராது, நாம தான் கையில் எடுத்துக்கணும். இனிமே இங்க நான் தான் ரங்கராய சக்திவேல். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா ട്രെയിലറിനകത്ത് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാല് എല്ലാവരുടെയും ആക്ടിങ് അല്ലേ. വിഷ്വലും സൂപ്പറാണ്. അതുപോലെ ആക്ടിങ് കമലഹാസൻ ആണെങ്കിലും ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അത് ചിമ്പുവിന്റെ ആണെങ്കിലും ആ ജോജുവിന്റെ ആണെങ്കിൽ തന്നെ 2 സീനെ വരുന്നുണ്ടെങ്കിലും ആ ഒരു ഗണ്ണുകൊണ്ട് പോകുന്ന സീനൊക്കെ ഒരു മാസ സംഭവം തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കഥ എനിക്ക് ഒരു കോമൺ രീതിയായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ അത് കറക്റ്റ് ആയിട്ട് ഒരു പറയുന്നുണ്ട്. ഈ പറഞ്ഞിട്ട് ഇത് ഗ്യാങ്സ്റ്റർ ഒരു മൂവിയാണ്, ഗ്യാങ്സ്റ്റർ മൂവിയാണ്. ചെറുപ്പത്തില് നമ്മുടെ ചിമ്പുവിന്റെ കൊച്ചിലെ കമലഹാസന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ പുള്ളി എടുത്തു വളർത്തുന്നു. പിന്നെ ഇവരവിടെ വലുതായിട്ടൊരു വലിയൊരു ഗ്യാങ്സ്റ്റർ കെട്ടിപ്പടുത്തുന്നു. അത് ആ സ്റ്റോറിക്കകത്ത് ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവര് തമ്മിൽ തെറ്റുന്നു. അതെന്താന്ന് നമുക്കറിയത്തില്ല. അതായിരിക്കും ആ ഒരു സിനിമയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരുപാട് ഗ്യാങ്സ്റ്റർ മൂവി ഈ ഒരു സ്റ്റോറി തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഇവരെങ്ങനെ തിരിയുന്നു, പിന്നെ എങ്ങനെ ഇതിന്റെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനകത്താണ് നമുക്ക് ഈ പുതുമ കാണേണ്ടത്. പിന്നെ നമുക്കൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ മണിരത്നത്തിന്റെ പടമാണ്. ഇതിനു മുമ്പ് ചെറിയൊരു ഗ്യാങ്സ്റ്റർ ഭൂമിയാണ് നമ്മൾ ദളപതി, നമ്മൾ മണിരത്നത്തിന്റെ കണ്ടതാണ്. അതിന്റെ ആ ഒരു പടത്തിന്റെ വിജയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഒരു വലിയൊരു വിജയമാകട്ടെ. പിന്നെ ഇല്ലേ, ഇപ്പൊ ഇവരുടെ കോംബോ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും നല്ലൊരു ട്രെയിലറായിരുന്നു. ട്രെയിലർ കട്ട്സ് ഒക്കെ ജൂൺ 5 ട്രെയിലർ കട്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബിജിഎം സൂപ്പറാണ്. എയർറഹ്മാൻ എന്തുവരും സസ്പെൻസ് ആയിട്ട് ഈ സിനിമയിൽ കുറെ സംഭവങ്ങൾ എന്തുവരും വെച്ചേക്കും. അപ്പൊ ആ ഒരു പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ജൂൺ 5 വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.